ഇംഗ്ലീഷ് ഫിലിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ഇംഗ്ലീഷ് ഗ്രാമർ കംപ്ലീറ്റായി പഠിപ്പിക്കുന്ന യൂട്യൂബ് വീഡിയോ സീരീസിലെ 19ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? നെഗറ്റീവ്സ് അല്ലേ? നെഗറ്റീവ്സ് എന്താണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. നെഗറ്റീവ്സ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഒരു കാര്യം ചെയ്യുന്നില്ല. ഞാൻ പഠിക്കുന്നില്ല. ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. അതാണ് നമ്മൾ നെഗറ്റീവ് പഠിച്ചു. അതുപോലെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ്. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതും നമുക്ക് സ്പീക്കിങ്ങിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ എക്സാംസിന് ചോദിക്കാൻ വളരെ ചാൻസ് കുറവാണ്. പക്ഷേ ഇത് നമ്മൾ പഠിച്ചില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ടാഗും പിന്നെ ആക്റ്റീവ് വോയിസ്, പാസീവ് വോയിസ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും പഠിക്കാൻ. ഇത് പഠിച്ചാലേ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആണല്ലോ? ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ടാഗ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് പഠിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവിൽ പഠിച്ച പോലെ ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും മോഡൽ ഓക്സിലറീസുമാണ് വളരെ പ്രാധാന്യമുള്ളത്. യെസ് ഓർ നോ ക്വസ്റ്റ്യൻസിനും നെഗറ്റീവിനും അതിലാണ് മൊത്തം കിടക്കുന്നത്. നമ്മൾ ഓക്സിലറീസും മോഡൽ ഓക്സിലറീസും അറിയാമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? യെസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നോട്ട് എവിടെയാണ് ചേർക്കേണ്ടത് നമുക്കറിയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ? ഇപ്പം നെഗറ്റീവ് ഉണ്ടാക്കാൻ എന്താ? ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് എന്താ? ഐ സ്റ്റഡി ഇംഗ്ലീഷ്, ഐ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഐ ഡു നോട്ട് സ്റ്റഡി ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പഠിക്കുന്നില്ല. അപ്പം ഇവിടെ ഡു ഓക്സിലറി വെർബ് അല്ലേ? ഓക്സിലറി വെർബിന് തൊട്ടടുത്ത് ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് നമ്മൾ നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഓക്സിലറീസ് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നന്നായിട്ട് പഠിച്ചതാണ്, എന്നാലും ഒന്ന് പെട്ടെന്ന് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർക്കായി. നോക്കൂ. ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ്. ഇതിനകത്ത് ആം, ഈസ്, ആർ, വാസ്, വെയർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ് ആൻഡ് ഹാഡ് 11 ഓക്സിലറീസ് ഉണ്ടല്ലേ? ഈ 11 ഓക്സിലറീസും ഇനി താഴെ വരുന്ന മോഡൽ ഓക്സിലറീസും അത് കഴിഞ്ഞ ഉടനെ നമുക്ക് എന്ത് വരും? നോട്ട് വന്നാൽ നെഗറ്റീവായി മാറും. അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഓക്സിലറീസ് ആദ്യം വെക്കുക. നമ്മളൊരു സെൻറ്റൻസിൽ നിന്ന് ഈ ഓക്സിലറി വെർബ്സ് എടുത്ത് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി വെർബ് എടുത്ത് ആദ്യം വെച്ച് കഴിഞ്ഞാൽ സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ അല്ലെങ്കിൽ നമ്മൾ സബ്ജക്റ്റിൽ ആദ്യം പറയാം. ഇത് മോഡൽ ഓക്സിലറീസ് ആദ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നിട്ട് ലാസ്റ്റ് നമ്മളൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നോക്കൂ. ഈ ഡു, ഡസ്, ഡിഡ് അതൊന്ന് ഓർത്ത് വെച്ചോണം. അത് എല്ലാ സെൻറ്റൻസിലും നമുക്ക് കാണാൻ പറ്റില്ല. അത് നമ്മൾ ആ വെർബിൻ്റെ അകത്തുണ്ടാവും. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം. ആ സ്പ്ലിറ്റിംഗ് ഓഫ് വെർബും നമ്മളൊന്ന് ചെറുതായിട്ട് നോക്കും. നിങ്ങൾക്ക് ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ ഓക്സിലറീസും സ്പ്ലിറ്റിംഗ് ഓഫ് വെർബും ഒരു വീഡിയോ തന്നെ മൊത്തത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് പോയി നോക്കാവുന്നതാണ്. അറിയത്തില്ലെങ്കിൽ അറിയാമെങ്കിൽ പോയി നോക്കിയിട്ട് സമയം കളയണ്ട. ക്ലിയർ ആണല്ലോ? ഇനി മോഡൽ ഓക്സിലറീസ് ഒന്ന് നോക്കാം. ഷാൽ, ഷുഡ്, വിൽ, വുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ought to. നമ്മളെന്താ പറഞ്ഞത്? ഈ ഓക്സിലറീസോ മോഡൽ ഓക്സിലറീസിനോ നമ്മൾ ആദ്യം എടുത്ത് സെൻറ്റൻസിൻ്റെ ആദ്യം സബ്ജക്റ്റിന് മുന്നേ വെക്കുകയാണെങ്കിൽ നമുക്കത് യെസ് ഓർ നോ ക്വസ്റ്റ്യനായി മാറും. ക്ലിയർ ആണല്ലോ? എത്ര സിമ്പിളാണ് നോക്കൂ. ഇനി സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് ഞാൻ പറഞ്ഞല്ലോ. സ്പ്ലിറ്റിംഗ് ഓഫ് വെർബ് അറിയണം. ഡു, ഡസ്, ഡിഡ് ആണ് സ്പ്ലിറ്റ് ചെയ്യേണ്ടത്. ഒരു വെർബിൻ്റെ അകത്ത് ഡു, ഡസ്, ഡിഡ് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം അല്ലേ? നോക്കൂ. V1 എപ്പോഴും ഡു ആയിരിക്കും. V1, V2, V3 അറിയില്ലേ? V1, V2, V3 എന്താ? റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് V1, റോട്ട് V2, റിട്ടൺ V3. അല്ലെങ്കിൽ എന്താ? പ്രസൻസ്, പാസ്റ്റ് ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഏതാണേലും. ഞാൻ V1, V2, V3 എന്നാണ് പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈസിക്ക് വേണ്ടിയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ ആണല്ലോ? അപ്പം ഡസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ തേർഡ് പേഴ്സൺ സിംഗുലർ പഠിച്ചു അല്ലേ? ഏതിൽ? സിമ്പിൾ പ്രസൻറ്റിൽ തേർഡ് പേഴ്സൺ സിംഗുലർ വരുവാണെങ്കിൽ വെർബിൻ്റെ എസ് ഫോം വരണമെന്ന് പറഞ്ഞു. എസ്ഒ ES ഫോമോ വരണമെന്ന് പറഞ്ഞു. അതാണ് അവിടെ നമുക്ക് ഡസ് വരും. ഇപ്പം റൈറ്റിന് റൈറ്റ്സ് എന്ന് പറയത്തില്ലേ? പ്ലേ, പ്ലേസ്, ഗോസ് എന്ന് പറയത്തില്ലേ? അതിൽ ഡസ് പ്ലസ് ഗോ ആണ് ഗോസ്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി V2 എന്താ? ഡിഡ് അല്ലേ? ഡിഡിൽ എന്താ വരിക? നമ്മൾ റൈറ്റ്, റോട്ട്. അപ്പം ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. അതാണ് V2. റോട്ട് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. നമുക്ക് രണ്ട് രീതിയിലും പറയാൻ പറ്റും. ഡിഡ് പ്ലസ് റൈറ്റ് എന്ന് പറഞ്ഞാൽ റോട്ടാണ്.
റോട്ട് എന്നും പറഞ്ഞാൽ V2 ആണ്. രണ്ടും V2 ആണ്. ക്ലിയർ ആണല്ലോ. ഇനി ഇത് നമുക്ക് രണ്ട് വേർഡ്സ് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിരിക്കും. റൈറ്റ് ചെയ്യാൻ നോക്കൂ. ഡു പ്ലസ് റൈറ്റ്. ഡു പ്ലസ് റൈറ്റിനകത്ത് ഡു ഉണ്ടെന്ന് നമുക്കർത്ഥം. ഡു പ്ലസ് റൈറ്റ് എന്ന് എഴുതിയാലും റൈറ്റ് എന്ന് എഴുതിയാലും സെയിം ആണ്. റൈറ്റ്സ് നോക്കൂ. ESO ഫോം ചേർന്നതാണ്. അതിനകത്ത് ഡസ് പ്ലസ് റൈറ്റ് ആണ്. ഇവിടെ നോക്കൂ. ഇവിടെ ഡസ് കഴിഞ്ഞാൽ റൈറ്റേ വരത്തുള്ളൂ. ഡസ് പ്ലസ് റൈറ്റ് ആണ് റൈറ്റ്സ്. അത് മറക്കരുത്. റോട്ട് V2 അല്ലേ. ഡിഡ് പ്ലസ് റൈറ്റ്. ഇവിടെ നോക്കൂ. ഡിഡ് പ്ലസ് റൈറ്റ് ആണ് റോട്ട്. സ്റ്റഡി V1 ആണ് അല്ലേ. ഇനി ഡു പ്ലസ് സ്റ്റഡി അത് സെയിം തന്നെ ആയിരിക്കും. നിങ്ങൾ V1 വരുന്നത് ഡു അതിനകത്തുണ്ടെന്ന് നിങ്ങൾ കണക്കാക്കിയാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി സ്റ്റഡീസ്. ഡസ് പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡീസ്. സ്റ്റഡീഡ് എന്ന് പറഞ്ഞാൽ ഡിഡ് പ്ലസ് സ്റ്റഡിയാണ് സ്റ്റഡീഡ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഡിഡ് പ്ലസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റഡീഡ് എന്ന് പറയാം. ഡസ് പ്ലസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റഡീസ് എന്ന് പറയാം. ഡു പ്ലസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ സ്റ്റഡി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഇത് രണ്ടും സെയിം ആണെന്ന് മനസ്സിലാക്കിക്കോണം. ക്ലിയർ ആണല്ലോ. ഡുവോ ഡസോ ഡിഡോ വന്നു കഴിഞ്ഞാൽ നമ്മൾ V1 ഇവിടെ ചേർക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ബേസ് ഫോമേ നമ്മളിവിടെ ചേർക്കാൻ പാടുള്ളൂ. അതൊന്ന് ഓർത്തിരിക്കണം. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ സിമ്പിൾ പ്രസൻറ്റിൽ ഐ സ്റ്റഡി ഇംഗ്ലീഷ്. നമ്മൾ ഓരോ പ്രസൻറ്റ് ടെൻസ് ആയിട്ട് നമ്മളിങ്ങനെ പഠിക്കും. ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. എന്നാലും നമ്മൾ റൂളും കൂടെ പഠിച്ചു പോകുമ്പോൾ നമുക്ക് റൂള് പഠിച്ചതുകൊണ്ടും സെൻറ്റൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് ഇത് കുറച്ച് ഈസി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പഠിക്കുന്നത്. ക്ലിയർ ആണല്ലോ. ഇതിൻ്റെ റൂൾ എന്തായിരിക്കും? സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പോസിറ്റീവ് സെൻറ്റൻസ് എന്നോ സ്റ്റേറ്റ്മെൻറ്റ് എന്നോ പറയാം. ക്ലിയർ ആണല്ലോ. സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് വെർബ് ഓൺ പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണോ? നോക്കൂ. ഐ റൈറ്റ് എ നോവൽ ഓർ ഐ ഡു റൈറ്റ് എ നോവൽ. ക്ലിയർ ആണല്ലോ. രണ്ടും വരും. ഇപ്പം നമുക്ക് നെഗറ്റീവാണ് ഉണ്ടാക്കേണ്ടത്. എന്തായിരുന്നു? ഐ ഡു നോട്ട് റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു അല്ലേ. ഐ നോട്ട് റൈറ്റ് എ നോവൽ എന്ന് പറയത്തില്ല. അത് നിങ്ങൾ ഓർക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടിട്ടില്ലാത്തവർ, നെഗറ്റീവ് അറിയത്തില്ലാത്തവരൊന്ന് പോയി കാണാം. ഐ റൈറ്റ് എ നോവൽ ഓർ ഐ ഡു റൈറ്റ് എ നോവൽ രണ്ടും സെയിം ആണ്. അതുപോലെ ഹി റീഡ്സ് എ നോവൽ ഓർ ഹി ഡസ് റീഡ് എ നോവൽ. ഇവിടെ നോക്കൂ. ആ റൈറ്റും റീഡും ഈ ഡസ്സും ഡൂവും വന്നപ്പം അത് കഴിഞ്ഞിട്ട് റൈറ്റും റീഡും ആണ് വന്നത്. റീഡ്സ് ഒന്നും വന്നില്ല. അത് മനസ്സിലായല്ലോ. ഫസ്റ്റ് V1 ആണെങ്കിൽ സെയിം ആണ്. ഡു വന്നു കഴിഞ്ഞാൽ റൈറ്റേ വരത്തുള്ളൂ. ഡസ് വരുമ്പം ശ്രദ്ധിക്കണം. ഡസ് വരുമ്പോൾ റീഡേ വരത്തുള്ളൂ. റീഡ്സ് ഒന്നും വരത്തില്ല ഹി ആയതുകൊണ്ട്. ഹീയുടെ കൂടെ ഡസ് പ്ലസ് റീഡാണ് റീഡ്സ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? നമ്മൾ ഓക്സിലറി വെർബ് ഇവിടെ നമ്മൾ ഈ രണ്ടാമത് ഓർ കൊടുത്തതിനാ ഓക്സിലറി വെർബ് ഉണ്ടെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഓക്സിലറി വെർബ് ഇതിനകത്തുള്ളതിനെ നമ്മൾ സ്പ്ലിറ്റ് എഴുതിയിട്ട് ഓക്സിലറീനെ നേരെ മുന്നേ ഇട്ടാൽ, അതായത് സബ്ജക്റ്റിൻ്റെ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്തായി? സബ്ജക്റ്റിൻ്റെ മുന്നേ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യനായി. നോക്കൂ. ഡു ഓർ ഡസ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് വൺ പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ എന്താ? നമ്മൾ ഐ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോവൽ എഴുതുന്നു. എന്നിട്ട് ഇവിടെ നോക്കൂ. ഡു ഐ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാൻ നോവൽ എഴുതുകയാണോ അല്ലെങ്കിൽ എഴുതുന്നു. നോവൽ എഴുതുന്നു. ഇത് നമ്മളോട് ചോദിക്കില്ല. ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് ഈ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഡു യു റൈറ്റ് എ നോവൽ? നീ നോവൽ എഴുതുകയാണോ അല്ലെങ്കിൽ എഴുതുന്നോ? ക്ലിയർ ആണോ? നീ നോവൽ എഴുതുന്നോ? ക്വസ്റ്റ്യൻ അല്ലേ. നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ അറിയണം. എന്നാലും നമുക്ക് സംസാരിക്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. ഇത് നോക്കൂ. ഡസ് ഹീ റീഡ് എ നോവൽ? അദ്ദേഹം നോവൽ വായിക്കുന്നോ അല്ലേ. ഹീ റീഡ്സ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം നോവൽ വായിക്കുന്നു. ഡസ് ഹീ റീഡ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വായിക്കുന്നു. ക്ലിയർ ആണല്ലോ. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രസന്റ് കണ്ടിന്യൂസ്. ഐ ആം സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് ആം ഈസ് ആർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ. ഐ ആം റൈറ്റിംഗ് എ നോവൽ. ഞാൻ നോവൽ എഴുതുകയാണ്. ഹീ ഈസ് റീഡിങ് എ നോവൽ. അദ്ദേഹം നോവൽ എഴുതുകയാണ് അല്ലേ. ഇനി യു ആർ റൈറ്റിംഗ് എ നോവൽ. നീ നോവൽ എഴുതുകയാണ് അല്ലെങ്കിൽ നിങ്ങൾ നോവൽ എഴുതുകയാണ്. അതാണ് അതിനർത്ഥം. ഇവിടെ നോക്കൂ. ക്വസ്റ്റ്യൻസിൽ എന്താ? ആം ഈസ് ആർ പ്ലസ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ. ഇവിടെ നോക്കൂ. ആം ഐ നമ്മളെന്താ പറഞ്ഞേ? നമ്മൾ ആം ഈസ് ആറിനെ നേരെ സബ്ജക്റ്റിൻ്റെ മുന്നോട്ടാക്കി. അപ്പം എന്തായി? ക്വസ്റ്റ്യനായി. അത്രേ ഉള്ളൂ. ആം ഈസ് ആർ. ഈ ഞാൻ ആദ്യമേ പറഞ്ഞു ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും സബ്ജക്റ്റിന് മുന്നേ വരണം. അപ്പോൾ എന്തായി? ക്വസ്റ്റ്യനായി. അത്രേ ഉള്ളൂ. വേറെ ഒരു മാറ്റവും ഇല്ല. ആം ഐ റൈറ്റിംഗ് എ നോവൽ? ഈസ് ഹി റീഡിങ് എ നോവൽ?
ആർ യു റൈറ്റിംഗ് എ നോവൽ? നിങ്ങൾ നോവൽ എഴുതുകയാണോ? ക്ലിയർ ആണോ? നിങ്ങൾ നോവൽ എഴുതുകയാണോ? യു ആർ റൈറ്റിംഗ് എ നോവൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോവൽ എഴുതുകയാണ്. ഇത് ആർ യു റൈറ്റിംഗ് എ നോവൽ, നിങ്ങൾ നോവൽ എഴുതുകയാണോ? ഇത്രയുള്ള വ്യത്യാസം. ക്ലിയർ ആണല്ലോ? ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. നമ്മൾ ഒരു സെൻറ്റൻസ് പറഞ്ഞു, റൂള് പറഞ്ഞു. ക്ലിയർ ആണല്ലോ? ഇനി എക്സാമ്പിൾസ് നോക്കൂ. ഐ ഹാവ് റിട്ടൺ എ നോവൽ, ഹി ഹാസ് റീഡ് എ നോവൽ. ഇതിനകത്ത് V3യുടെ കാര്യം നിങ്ങൾ മറക്കരുത്. V3 കറക്റ്റായിട്ട് വരും, അത് മറക്കരുത് ഒരിക്കലും. ഹാസ് കഴിഞ്ഞാൽ V3 വരും. ഇവിടെ നോക്കൂ, നമ്മൾ ഹാസ് ഓർ ഹാവിനെ നേരെ എന്ത് ചെയ്തു? ആദ്യമാക്കി സബ്ജക്റ്റിന് മുന്നേ ഇട്ടു. സബ്ജക്റ്റിന് മുന്നേ ഇടുമ്പോൾ എന്താവും? സബ്ജക്റ്റിന് മുന്നേ ഇട്ടപ്പം എന്തായി? ക്വസ്റ്റ്യനായി. നോക്കൂ, ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഹാവ് ഐ റിട്ടൺ എ നോവൽ, ഹാവ് ഐ റിട്ടൺ. വേറെ ഒരു ചേഞ്ചും വരത്തില്ല. ഹാവ് ഐ റിട്ടൺ എ നോവൽ. ഐ ഹാവിന് പകരം ഹാവ് ഐ, അത്രേ വരത്തുള്ളൂ. എല്ലാത്തിലും അങ്ങനെ വരും. ആ ഹാവ് ആദ്യത്തിൽ ഇടുക, വേറെ ഒരു ചേഞ്ചും വരത്തില്ല. ഹാവ് അല്ലെങ്കിൽ ഹാസ്. ഹാസ് ഹി റീഡ് എ നോവൽ. ക്ലിയർ ആണോ? ഇനി പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാവ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ് ആണ് ഒരു എക്സാമ്പിൾ അല്ലേ? ഇതെന്താ? റൂൾ എന്താ? സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണോ? ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഇവിടെ നോക്കൂ, ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹി ഹാസ് ബീൻ റീഡിങ് എ നോവൽ. നമ്മൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം? ഹാവ് ഐ ബീൻ റൈറ്റിംഗ് എ നോവൽ. ഹാവിനെ ഫസ്റ്റ് ആക്കുക, ഐക്ക് മുന്നേ ഹാവ് വെക്കുക. അല്ലെങ്കിൽ ഹി കഴിഞ്ഞിട്ടാണെങ്കിൽ ഹീക്ക് മുന്നേ ഹാസ് വെക്കുക. അത്രേ ഉള്ളൂ. നോക്കൂ, ഹാസ് ഓർ ഹാവ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഹാവ് ഐ ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹാസ് ഹി ബീൻ റീഡിങ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ പാസ്റ്റ്. സിമ്പിൾ പാസ്റ്റ് ശരിക്കും ശ്രദ്ധിച്ചോണം. ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ്. നമ്മൾ ഐ സ്റ്റഡീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ V2 ആണ്. V2 ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ, സ്റ്റേറ്റ്മെൻറ്റിൽ സബ്ജക്റ്റ് പ്ലസ് ഡിഡ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഒന്നുകിൽ V2 അല്ലെങ്കിൽ ഡിഡ് പ്ലസ് V1. ക്ലിയർ ആണല്ലോ? ഇതെന്തിനാണ് നമ്മൾ പഠിക്കുന്നത്? ഐ റോട്ട് എ നോവൽ. ഐ റോട്ട് എ നോവൽ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഓർ നമുക്ക് എന്ത് എഴുതാം? ഐ ഡിഡ് റൈറ്റ് എ നോവൽ എന്ന് എഴുതാം. ഐ ഡിഡ് റൈറ്റ് എ നോവൽ, ഐ റോട്ട് എ നോവൽ, ഓർ ഐ ഡിഡ് റൈറ്റ് എ നോവൽ. ഇവിടെ നോക്കൂ, ഡിഡ് നമ്മൾ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്ത് എഴുതുന്നത്? അത് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റൂ. നമുക്ക് ഓക്സിലറി വെർബ് വേണം അല്ലേ? ഇവിടെ ഓക്സിലറി വെർബ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഐ റോട്ട് എ നോവൽ എന്ന് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഡിഡ് റൈറ്റ് ആണ്. അപ്പോൾ ഡിഡ് കഴിഞ്ഞിട്ട് നമ്മൾ റൈറ്റ് എഴുതാൻ പാടുള്ളൂ, റോട്ട് എഴുതാൻ പാടില്ല. ഇത് രണ്ട് കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് വെക്കുക. ഹി റീഡ് എ നോവൽ, V2 V1 V2 V3 റീഡ് തന്നെയാണ് അല്ലേ? അതുകൊണ്ട് റീഡ് തന്നെ വരും. അപ്പോൾ ഹി ഡിഡ് റീഡ് എ നോവലേ വരത്തുള്ളൂ. അത് നിങ്ങൾ കൺഫ്യൂസ് ആക്കണ്ട. ക്ലിയർ ആണോ? ഇനി ക്വസ്റ്റ്യൻസ്. ഡിഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. ഡിഡ് ഐ റൈറ്റ് എ നോവൽ? ഡിഡ് ഹി റീഡ് എ നോവൽ? ഡിഡ് ഹി റീഡ് എ നോവൽ? ക്ലിയർ ആണല്ലോ? ഡിഡ് ഐ റൈറ്റ് എ നോവൽ? ഡിഡ് ഹി റീഡ് എ നോവൽ? നോക്കൂ, ഇനി പാസ്റ്റ് കണ്ടിന്യൂസ്. ഐ വാസ് സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സബ്ജക്ട് പ്ലസ് വാസ് ഓർ വെയർ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ, ഐ വാസ് റൈറ്റിംഗ് എ നോവൽ, യു വെർ റീഡിങ് എ നോവൽ. യു വെർ റീഡിങ് എ നോവൽ. നോക്കൂ, ക്വസ്റ്റ്യൻ വാസ് വെയർ പ്ലസ് സബ്ജക്ട് പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, വാസിനെയും വെയറിനെയും എടുത്ത് സബ്ജക്റ്റിന് മുന്നേ വെച്ചു. അത്രേ ഉള്ളൂ. എല്ലാത്തിനും അത്രേ ഉള്ളൂ. വാസ് ഐ റൈറ്റിംഗ് എ നോവൽ, വെർ യു റീഡിങ് എ നോവൽ. ഞാൻ പിന്നെ ഈ എന്താ നമ്മുടെ ഐ യു പിന്നെ ഹീയുടെ കൂടെ ഏത് വരും എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ 2 സെൻറ്റൻസ് വീതം തന്നു എന്നേ ഉള്ളൂ. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഇത് നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിലൊന്ന് പോയി നോക്കുക. പേഴ്സണൽ പ്രൊനൗൺസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് അറിയത്തില്ലെങ്കിൽ അതിലൊന്ന് പോയി നോക്കുക. ഐയുടെ കൂടെ വാസ് വരുമോ വേറെ വരുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വാസ് ഐ റൈറ്റിംഗ് എ നോവലാണ്. ക്ലിയർ ആണോ? ഇനി പാസ്റ്റ് പെർഫെക്റ്റ്. ഐ ഹാഡ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. നോക്കൂ, ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഐ ഹാഡ് റിട്ടൺ എ നോവൽ. ഹി ഹാഡ് റീഡ് എ നോവൽ. റീഡ് V3യും റീഡ് തന്നെയാണ്. ക്വസ്റ്റ്യൻ നോക്കൂ, ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഹാഡിനെ നമ്മൾ ഫസ്റ്റ് വെച്ചു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹാഡ് റിട്ടൺ എ നോവൽ, ഹാഡ് ഹി റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ ഹാഡ് ബീൻ സ്റ്റഡിയിങ് ഇംഗ്ലീഷ്. സബ്ജക്ട് പ്ലസ് ഹാഡ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ ഹാഡ് ബീൻ റൈറ്റിംഗ് എ നോവൽ.
ഹി ഹാഡ് ബീൻ റീഡിങ് എ നോവൽ. ഇവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ആ ഹാഡിന് സബ്ജക്റ്റിന് മുന്നേ വെക്കുക. ഹാഡ് പ്ലസ് സബ്ജക്ട് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഹാഡ് ഐ ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹാഡ് ഹി ബീൻ റീഡിങ് എ നോവൽ. ക്ലിയർ ആയല്ലോ? സിമ്പിൾ ഫ്യൂച്ചർ. ഐ വിൽ സ്റ്റഡി ഇംഗ്ലീഷ്. നോക്കൂ, ഇവിടെ നമുക്ക് മോഡൽ ഓക്സിലറി ആണ്. മോഡൽ ഓക്സിലറി വരുമ്പോൾ മോഡൽ ഓക്സിലറി ഫസ്റ്റ് വെക്കുക. അപ്പോൾ നമുക്ക് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾ പ്രസൻറ്റ് ടെൻസ്, സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതിനകത്ത് ഓക്സിലറി വെർബിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അത് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യാൻ അറിയണം. അത് മാത്രമേ ഉള്ളൂ. ബാക്കി നമുക്കിവിടെ ഉണ്ടാവും. അതിനെ നമ്മളെടുത്ത് നേരെ എവിടെ വെക്കണം? സബ്ജക്റ്റിന് മുന്നേ വെക്കുക. ഐ വിൽ റൈറ്റ് എ നോവൽ, ഹി വിൽ റീഡ് എ നോവൽ. നോക്കൂ, ക്വസ്റ്റ്യനെ വിൽ കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് പ്ലസ് V1 പ്ലസ് ഓബ്ജക്റ്റ്. വിൽ ഐ റൈറ്റ് എ നോവൽ, വിൽ ഹി റീഡ് എ നോവൽ. ക്ലിയർ ആണല്ലോ? ഇവിടെ എന്താ? ഐ വിൽ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു നോവൽ എഴുതും. ഹി വിൽ റീഡ് എ നോവൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു നോവൽ വായിക്കും. ഇവിടെ നമ്മൾ എന്ത് പറയും? വിൽ ഐ റൈറ്റ് എ നോവൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു നോവൽ എഴുതുമോ? വിൽ ഹി റീഡ് എ അദ്ദേഹം ഒരു നോവൽ എഴുതുമോ? ഫ്യൂച്ചറിലെ കാര്യം. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ഇത്രയേ ഉള്ളൂ, വലിയ ഡിഫറൻസ് ഇല്ല. ക്ലിയർ ആണല്ലോ? ഇതിൻ്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഞാൻ ഒരു മണിക്കൂറിൻ്റെ ടെൻസിൻ്റെ മാത്രം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന് അർത്ഥവും റൂൾസും ഒക്കെ നല്ല വൃത്തിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ടെൻസ് അറിയില്ലെങ്കിൽ അതൊന്ന് പോയി കാണുക. അത് വളരെ യൂസ്ഫുള്ളാണ്. ക്ലിയർ ആണോ? റൂൾസും കുറച്ച് നമ്മൾ ഇത് എപ്പോഴും ബോറിംഗ് ആയിരിക്കും. ഇത് നമ്മൾ റൂൾസ് ഇതല്ലേ പഠിക്കുന്നത്. ഗ്രാമർ ബോറിംഗ് ആയിരിക്കും. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിപ്പിക്കാൻ ഭയങ്കര പാടാണ്. ഓക്കെ, നോക്കുക നിങ്ങൾ. ഇനി ഫ്യൂച്ചർ കണ്ടിന്യൂസ്. ഐ വിൽ ബി സ്റ്റഡിങ് ഇംഗ്ലീഷ്. സ്റ്റേറ്റ്മെൻറ്റ് സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ ബി റൈറ്റിംഗ് എ നോവൽ, ഹി വിൽ ബി റീഡിങ് എ നോവൽ. ക്വസ്റ്റ്യൻ നോക്കൂ. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ബി വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ എന്താ? വില്ലിനെ എടുത്ത് സബ്ജക്റ്റിന് മുന്നേ വെച്ചു. വേറെ ഒന്നും ചെയ്യണ്ട. വിൽ ഐ ബി എ വരത്തുള്ളൂ. ക്ലിയർ ആണല്ലോ? നമ്മൾ ഓക്സിലറി അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി മുന്നേ വയ്ക്കുന്നു. വേറെ ഒന്നും ചെയ്യാനില്ല. വിൽ ഐ ബി റൈറ്റിംഗ് എ നോവൽ, വിൽ ഹി ബി റീഡിങ് എ നോവൽ. ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഐ വിൽ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ ഹാവ് റിട്ടൺ എ നോവൽ, യു വിൽ ഹാവ് റീഡ് എ നോവൽ. ക്വസ്റ്റ്യൻ ഇവിടെ എന്താ? വില്ലിനെ സബ്ജക്റ്റിന് മുന്നേ വെക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് V3 പ്ലസ് ഓബ്ജക്റ്റ്. ഇവിടെ നമ്മൾ പെർഫെക്റ്റ് വരുമ്പോൾ എപ്പോഴും V3 മറക്കരുത്. വിൽ ഐ ഹാവ് റിട്ടൺ എ നോവൽ, വിൽ യു ഹാവ് റീഡ് എ നോവൽ. നോക്കൂ, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ്. ഐ വിൽ ഹാവ് ബീൻ സ്റ്റഡിങ് ഇംഗ്ലീഷ്. സബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ഐ വിൽ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, ഹി വിൽ ഹാവ് ബീൻ റീഡിങ് എ നോവൽ. വിൽ പ്ലസ് സബ്ജക്ട് പ്ലസ് ഹാവ് പ്ലസ് ബീൻ പ്ലസ് വെർബ് പ്ലസ് ING പ്ലസ് ഓബ്ജക്റ്റ്. ക്ലിയർ ആണല്ലോ? ഇനി നോക്കൂ. വിൽ ഐ ഹാവ് ബീൻ റൈറ്റിംഗ് എ നോവൽ, വിൽ ഹി ഹാവ് ബീൻ റീഡിങ് എ നോവൽ. ഇവിടെ എന്ത് ചെയ്തു? നമ്മൾ വില്ലിനെ അടുത്ത് സബ്ജക്റ്റിന് മുന്നേ വെച്ചു. വേറെ ഒന്നും ചെയ്യാനില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ സിമ്പിൾ പ്രസൻറ്റും സിമ്പിൾ പാസ്റ്റും മാത്രം ശ്രദ്ധിക്കുക. അതിനകത്ത് മാത്രം അതിനകത്ത് എന്താ? ഓക്സിലറി വെർബ് ഉണ്ടാവില്ല. ഓക്സിലറി വെർബ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തെടുക്കണം ചില സമയത്ത്. അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കി എല്ലാത്തിലും ഓക്സിലറി വെർബുണ്ട്. അതിനെ നമ്മൾ സബ്ജക്റ്റിന് മുന്നേ വെക്കുക. വേറെ ഒന്നുമില്ല. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ പഠിപ്പിക്കുന്നു, പഠിപ്പിക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഞാൻ കളിക്കുന്നു, നീ കളിക്കുന്നു, അവൻ കളിക്കുന്നു. അതേ ഉള്ളൂ. ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒരു വ്യത്യാസമില്ല. പിന്നെ നമ്മൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഇത്രയും മാത്രം ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിന് ഇത്രയും മതി. പിന്നെ ഒരു ടേബിളുണ്ട്. നോക്കൂ, ഒരു ടേബിൾ തന്നിട്ടുണ്ട്. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അത് ഒരുമിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. സ്റ്റേറ്റ്മെൻറ്റും ക്വസ്റ്റ്യൻ്റെയും ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് നോക്കിയാൽ മതി. ക്ലിയർ അല്ലേ? ഒന്ന് നോക്കുമ്പം കുറച്ച് ഐഡിയ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവും. അതിന് വേണ്ടിയിട്ട് ഈ ടേബിൾ തന്നിട്ടുള്ളതാണ്. വേറെ ഇനി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുമ്പോഴേക്കും താങ്ക് യു വെരി മച്ച്.